ഞാൻ കൂപ്പടി ക്ഷേത്രത്തിലെ കൂപ്പടി മഹാഗണപതി ക്ഷേത്രത്തിലെ ഭരണസമിതിയിലെ ഒരു അംഗമാണ്. കഴിഞ്ഞ 80-85 വർഷമായിട്ട് ഞാൻ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കൂപ്പടി എന്ന് പേര് കേട്ടാൽ തന്നെ അവിടുത്തെ മഹാഗണപതി ക്ഷേത്രമാണ് നമ്മുടെ മനസ്സിൽ ആദ്യമായി വരുന്നത്. ഈ ക്ഷേത്രം ഒരു ദേശക്ഷേത്രമായി മാറി അന്താരാഷ്ട്ര തലങ്ങളിലും വളരെ പ്രസിദ്ധമായ ക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ജാതിമത ഭേദമന്യേ ഇവിടെ എല്ലാ ഭക്തജനങ്ങളും വന്ന് വഴിപാടുകൾ ചെയ്ത് തിരിച്ചു പോകുന്നുണ്ട്. ഇവിടെ ക്ഷേത്രത്തിൽ വളരെ ഭംഗിയായിട്ട് ഒരു ഓഡിറ്റോറിയം പണി ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ചേർന്നിട്ട് ഒരു വലിയ പാർക്കിംഗ് ഏരിയ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഭക്തജനങ്ങൾക്ക് വളരെ അകലെ നിന്നും വന്ന് കാർ പാർക്ക് ചെയ്തിട്ട് ദർശനം കഴിഞ്ഞ് പോകാനും വളരെ സൗകര്യമുള്ള സ്ഥലമാണിത്. കൂടാതെ അടുത്തിടെയായിട്ട് ഒരു ഭജനമഠം നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നു. 3 നിലയോട് കൂടിയ ഒരു കെട്ടിടമാണിത്. അത് ഭക്തജനങ്ങൾക്ക് വന്ന് താമസിക്കാനും വഴിപാട് ചെയ്താലും വളരെ സൗകര്യപ്രദമായ ഒരു ഭജനമഠമാണിത്. അതുകൂടാതെ പുതുതായിട്ട് ഗോപുരവും പണി ചെയ്തിട്ടുണ്ട്. മുഖ്യ കവാടമായിട്ട് ഒരു ഗോപുരമാണിത്. ഇതെല്ലാം കൊണ്ടും നമ്മുടെ ക്ഷേത്രം വളരെ ആകർഷണീയമായ, എല്ലാവരെയും പ്രതിദിനം ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ജനങ്ങൾക്കെല്ലാം അറിയാമല്ലോ, അടുത്തിടെയായിട്ട് ലോകത്തിൽ പല ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് നേരിട്ട് അനുഭവിച്ചില്ലെങ്കിലും ലോകത്ത് എവിടെ നടന്നാലും അത് നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ ശാന്തിക്കും നന്മയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഈ 2026 ഏപ്രിൽ മാസം 30 മെയ് 1 ഒരു നവചണ്ഡിഹോമം നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അതുകൂടാതെ ഏപ്രിൽ മാസം 29 തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനവും ആചരിക്കുന്നതാണ്. ഭക്തജനങ്ങളെല്ലാം ഈ 2 പരിപാടികളിലും പങ്കെടുത്ത് ഭഗവത് കടാക്ഷത്തിന് പാത്രീഭൂതരാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.